Hi guys. Okay. Hi guys, welcome to Diaries of. One eternity later. ഹായ് ഗൈസ്. Welcome to Diaries of Dio. നമ്മൾ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു യൂട്യൂബിൽ ലോങ് വീഡിയോസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ലോങ് വീഡിയോസ് ആകുന്ന സമയത്ത് നമുക്ക് പക്കായിട്ടുള്ള എല്ലാ ഡീറ്റെയിലും ആഡ് ചെയ്തിട്ടേക്കാണ് നമ്മൾ ലോങ് വീഡിയോസ് ചെയ്യുന്നത്. ഒരു സ്പോട്ട് എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് എങ്ങനെ പോവാം, എന്തൊക്കെ കിട്ടുക, ടിക്കറ്റ് കംപ്ലീറ്റ് നമ്മൾ ലോങ് വീഡിയോസ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോന്റെ ഒരു കേസിൽ എന്താ വെച്ചാൽ ഈ വീഡിയോ നമ്മൾ നമ്മളിത് അപ്ലോഡ് ചെയ്യണമെന്നില്ല. നമ്മളിപ്പോ ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മള് ക്യാമറ ഓൺ ചെയ്യാനൊക്കെ മറന്നേക്കാം. അപ്പൊ ഇത് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമെന്ന് പോലും അറിയില്ല. ഇങ്ങനെ ഒരു ഇൻട്രോ എടുത്തു വെക്കാന്നല്ലാണ്ട് ഇത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുമെന്ന് പോലും അറിയില്ല. അപ്പോ ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ലോങ് വീഡിയോ ആണ്. എല്ലാവരുടെയും സപ്പോർട്ടും അതേപോലെ ഇനി എങ്ങനെയൊക്കെ വീഡിയോസ് വേണം, എങ്ങനെയൊക്കെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു തരണം. നമ്മൾ ഫസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അത്ര അറിയില്ല. നമ്മൾ ഒരുപാട് തവണ ആലോചിച്ചിട്ടാണ് ഈ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഒരുപാട് തവണ നമ്മൾ ഇതിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോസ് ചെയ്യണം എന്നുള്ളത്. അപ്പോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ എന്തായാലും വരും. നമ്മൾ സ്റ്റാർട്ടിങ് ആണ്, ഫസ്റ്റ് ഉണ്ടാവും. നമുക്കത് വരുന്ന ഓരോ വീഡിയോസിനും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, തിരുത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൂടെ ഉണ്ട്. പിന്നെ നമ്മളെ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സിന് അത് കണ്ടിട്ട് ഒരു എന്റർടൈനിങ് പ്ലസ് ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ട്രാവലിംഗ് വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിക്ക് പോകുന്ന ഒരു ട്രിപ്പാണ്. നമ്മൾ ഈ വീക്കെൻഡിൽ നെല്ലിയാമ്പതി പോകണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഉള്ളത് നിലവിൽ പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ലൊരു ഫ്രെയിം കിട്ടിയപ്പോൾ നമ്മൾ വീഡിയോസ് അവിടെ നിന്ന് എടുക്കുക എന്നുള്ള നിലയ്ക്ക് വണ്ടി സൈഡാക്കിയിട്ട് അപ്പോൾ അവിടെയാണ് ഉള്ളത്, പാലക്കാടാണ് ഉള്ളത്. നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. വീഡിയോസ് എന്നൊക്കെ കാണുമ്പോൾ പോകണമെന്ന് ആഗ്രഹിച്ച സ്ഥലം. ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ടാവും നെല്ലിയാമ്പതി പോകണമെന്ന്. അങ്ങനെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ് നെല്ലിയാമ്പതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നെല്ലിയാമ്പതിക്ക് പോകുന്ന ആ ഒരു യാത്രയും നെല്ലിയാമ്പതി എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ മാക്സിമം കവർ ചെയ്തിട്ട് വൺ ഡേ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ പാലക്കാട് ടൗണിന്ന് ഇങ്ങനെ നേരെ പോകുന്നു. ഇനി ഏകദേശം നമുക്ക് നെല്ലിയാമ്പതിക്ക് ഒരു 26 കിലോമീറ്ററോ നമുക്ക് വരുന്നുള്ളൂ. ഇതിന്റെ ആ ഒരു സെറ്റായിട്ടുള്ള നല്ല കാലമായിട്ടുള്ള പാടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ പാടങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ആക്ച്വലി ഈ നെല്ലിയാമ്പതി കാണാൻ പറ്റുന്നത്. അപ്പോ നമ്മൾ അവിടുന്ന് അതിരാവിലെ പോന്നിട്ടുണ്ട്. ഒരു 4:30 5 മണിക്ക് നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വീട്ടിലായതുകൊണ്ട് വോയിസിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് നമുക്ക് അറിയില്ല. നല്ല കാറ്റുണ്ട്. പിന്നെ നമ്മൾ മുമ്പേ ഇതുപോലെ വീഡിയോ എടുത്ത് പരിചയമല്ല, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും മുമ്പത്തെ വീഡിയോസൊക്കെ നോക്കി കഴിഞ്ഞാൽ. ഇത് നമ്മളെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് നമുക്ക് അറിയില്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഇതിന് വോയിസിന് ക്ലാരിറ്റി വരുന്നുണ്ട്. ഇപ്പൊ നമ്മളുള്ളത് പോത്തുണ്ടി ഡാമിന്റെ പുറത്താണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാം. ഈ കാണുന്നതാണ് നെല്ലിയാമ്പതി റോഡ്. ഈ നെല്ലിയാമ്പതി പോകുന്ന റോഡിൽ തന്നെ ഇടതുഭാഗത്തായിട്ടാണ് നമുക്ക് ഈ പോത്തുണ്ടി ഡാമിന്റെ ഒരു എൻട്രി ആണ്. ഒരു ജംഗ്ഷനിൽ ഇതേപോലെ നമുക്ക് പോത്തുണ്ടി ഡാമിന്റെ എൻട്രി ഉണ്ട്. അവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ എടുത്ത് നേരെ നമുക്ക് എന്ത് ചെയ്യാം, അകത്തേക്ക് കടന്നാൽ മതി. നമസ്കാരം, അനുഗ്രഹം. കയറുമ്പോ തന്നെ നമുക്ക് കിട്ടുന്നൊരു വ്യൂ നല്ല വ്യൂ കേട്ടോ, നല്ല ഹരിതാപകരാണ്. പക്ഷെ 4 സ്റ്റെപ്പ് കയറിയ ആ ഒരു ഉത്സാഹം പിന്നെ കാണുന്നില്ല ഗൈസ്. മേലെത്തിയപ്പോ തന്നെ ടയേർഡായിട്ടുണ്ട്. കുഴപ്പമില്ല, മുന്നേ പോയ ഡാമിന്റെ കേസ് നോക്കുമ്പോ സ്റ്റെപ്പ് കുറവാണ്. അമരാവതി പോയിരുന്നല്ലേ, ഒരുപാട് സ്റ്റെപ്പും കാര്യമൊക്കെ
ഏകദേശം നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു വ്യൂ ആണിത്. പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള സ്പോട്ടില്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിലവിലുള്ളത് പോത്തുണ്ടി ഡാമിൻ്റെ ടോപ്പിലാണ്. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഞായറാഴ്ചയാണ്, ഇപ്പോൾ രാവിലെ ആളുകളായി വരുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മൾ നെല്ലിയാമ്പതി പോകുന്ന റൂട്ടിൽ തന്നെയാണുള്ളത് പോത്തുണ്ടി ഡാം ഉള്ളത്. ഒരാൾക്ക് 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മുകളിൽ വരാം, ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം. അത്യാവശ്യം നല്ല സിനിക്കായിട്ടുള്ള വ്യൂ ആട്ടോ. അത്യാവശ്യം നല്ല മലകളും അതേപോലെ തന്നെ ടോപ്പിൽ നിന്ന് കാണിച്ചു കൊടുത്തു. എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ആ ഒരു ടോപ്പിൽ നമുക്ക് ക്ലൗഡ് ബെഡ് പോലെ മേഘങ്ങൾ ഇങ്ങനെ തട്ടായിട്ട് നിൽക്കുന്ന നമുക്ക് ഇവിടുന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങോട്ടുള്ള റൂട്ട് മാറാനൊന്നുമില്ല. നമ്മൾ നെല്ലിയാമ്പതി പോകുന്ന ആ റോഡ് സൈഡിൽ തന്നെയാണ് ഈ പോത്തുണ്ടി ഡാം ഉള്ളത്. പോകുന്ന വഴിക്ക് ഇതും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂസൊക്കെ കണ്ട് നമ്മൾ അവിടുന്ന് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങണം. ഇതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? പണ്ട് പാടത്ത് മേടിക്കുമ്പോൾ മുത്തശ്ശി കഞ്ഞിയിട്ട് വരികയാണ്. ഏതോ ഒരു വലിയ തമ്പുരാനാണ്. മേമനയില്ലത്തെ നെല്ലിയാമ്പതിക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇതേപോലത്തെ ഒരു സ്ലിപ്പ് തരും. ഇത് നമ്മൾ 5 മണിക്ക് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് പുറത്തേക്ക് കിടക്കണം. പിന്നെ വരുന്ന സമയത്ത് ഈ സ്ലിപ്പ് നമ്മൾ കയ്യിൽ കരുതണം. അത് ആരും മറക്കരുത്. ഇത് നമ്മൾ വരുന്ന സമയത്ത് അവർക്ക് തിരിച്ച് കാണിച്ചു കൊടുക്കണം എന്നാണ് അവർ നമ്മോട് പറഞ്ഞത്. അതേപോലെ ഇതിൽ നമ്മൾ കയറിയ സമയം ഇതിൽ തന്നെ ഔട്ട് ടൈമൊക്കെ ഇതിൽ കാണുന്നുണ്ട്. അതേപോലെ നമ്മളെ ബൈക്കിന്റെ നമ്പറും ഡീറ്റെയിലും ഇതിൽ വരുന്നുണ്ട്. കയറിയുടനെ നമുക്കൊരു മയിലിന്റെ ദൃശ്യം കാണാം. നെല്ലിയാമ്പതി പോകുന്ന വഴിക്ക് ഒരുപാട് വാട്ടർഫോൾസ് നമുക്ക് റോഡ് സൈഡിലായിട്ട് കാണാം. ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്. ചില വീഡിയോസൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. വെള്ളം കുറവ് മഴ ഒന്നും നിന്നോണ്ടേക്കാറില്ല. മഴ ഈ ഏരിയയിൽ കുറവായതുകൊണ്ടാണ് വെള്ളം കുറച്ച് കുറവ്. മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല തണുപ്പുണ്ട്. പക്ഷെ മഴയും കോടി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായി. പോകുന്ന റൂട്ട് കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണ്. മുകളിലൊക്കെ നമുക്ക് ആ ടോപ്പ് വ്യൂ ഇങ്ങനെ കാണാൻ പറ്റും. പറഞ്ഞ പോലെ വാട്ടർഫോൾസ് ഒരുപാടുണ്ട്. ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് ഒരുപാട് വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ വാട്ടർഫോൾസ് ആണ്. ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ പണ്ട് എന്നോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെയിലൊക്കെ കാണുന്നുണ്ട്. നെല്ലിയാമ്പതി ഹിൽസ് കയറുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വാട്ടർഫോൾസ് പോകുന്ന വഴിക്ക് കാണുന്നുണ്ട്. ചിലത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ചിലത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഭയങ്കര ഫോണിൽ കിട്ടണില്ല. ക്ലൗഡ് നമുക്ക് വാട്ടർഫോൾസിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം, ടെൻ്റടിച്ച് നിൽക്കണം. അടിപൊളി എയറിലടിച്ച് നിൽക്കേണ്ടി എല്ലാം കോമഡി പഠനം കേട്ടോ.
നമ്മൾ നെല്ലിയാമ്പതിൻ്റെ ശേഷം ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ടോപ്പിൽ വന്നാൽ കിട്ടുന്നൊരു വ്യൂ ആണത്. ചുറ്റും മലനിരകളാണ്. നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും മലനിരകളാണ് കാണാൻ പറ്റുക. അതിലിപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആനനെ കാണാൻ പറ്റുന്നുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്, ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള കാണുന്നത് ശരിക്കും ആനയാണ്. ക്യാമറയിൽ നമുക്കതിപ്പോൾ 6x സൂം ആക്കിയിട്ട് പോലും അതിൻ്റെ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ണുകൊണ്ട് നമുക്ക് ശനിച്ചേരി ആട്ടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നല്ല തീറ്റ വന്നിട്ടുണ്ടല്ലേ. പറയൂ ഹായ്, ക്യാമറയിലേക്ക് ഹായ് പറയൂ. ഹായ് ഡാരീസ്. പുതിയ വ്ളോഗേഴ്സ് ആണ്. നല്ല തീറ്റിയില്ല. അത് തിന്നോട്ടെ, ഡിസ്റ്റർബ് ചെയ്യും. ഹായ് ഹായ് പറയൂ. ഹായ് ഹായ് പറയൂ. ഹായ്. ഫേസ് ടു ഫേസ് ആയല്ലോ നിങ്ങൾ. മിറർ നോക്കണാരുണ്ടാവും വീട്ടിലെ. സിംഹവാലക്കുരങ്ങനല്ലേ? ഇപ്പുറത്ത് കുരങ്ങും അപ്പുറത്ത് ഒരു ഫ്രെയിമിൽ നമുക്ക് 2 ഐറ്റം കുരങ്ങും. സാധാ കുരങ്ങും അതുപോലെ തന്നെ സിംഹവാലക്കുരങ്ങനും കാണാൻ പറ്റും. അപ്പോൾ ഈ റോഡാണ് ഗൈസ് നമ്മൾ നെല്ലിയാമ്പതിയിൽ നിന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറി വരുന്ന റോഡ്. ഈ റോഡ് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് കൈപ്പാട്ടി എന്ന് പറഞ്ഞ ഈ ടൗണ്. ഈ ടൗണിൽ നിന്ന് നമുക്ക് നേരെയുള്ള ഈ വഴിയാണ്. ഈ റൈറ്റിക്കാണ് നമ്മളെ ഈ കാരപ്പാറ വാട്ടർഫാൾസ് വരുന്നത്, അതേപോലെ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ വരുന്നത്, സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഒക്കെ വരുന്നത് ഇതാ ഇപ്പോൾ നമ്മളെ ബൊലോറോ വരുന്ന ആ റൂട്ടിലാട്ടോ. അത്യാവശ്യം നല്ല കോഡ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ നെല്ലിയാമ്പതി എത്തി. അപ്പോൾ നെല്ലിയാമ്പതി ഇങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു സ്പോട്ട് കണ്ടപ്പോൾ അവിടുന്ന് സ്നാക്സും വെള്ളം കുടിക്കാന്നുള്ളതിന് നമ്മൾ സൈഡാക്കിയതാണ്. ഒരു കിട്ടുന്ന സ്പോട്ട് ഒരു ചന്ദ്രമല ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു ടീ ഫാക്ടറി ഉണ്ട്, അതിൻ്റെ അടുത്താണ് ആ സ്പോട്ട് വരുന്നത്. വില്ലേജും ഉണ്ട് ഈ ഇതിൻ്റെ താഴത്ത് ബാക്ക് സൈഡിലൊരു വില്ലേജ് വരുന്നുണ്ട്. ടീ എസ്റ്റേറ്റും വില്ലേജൊക്കെ ആയിട്ടുള്ളൊരു ഇതിൻ്റെ വേറൊരു പോർഷനായിട്ട് വരുന്നുണ്ട്. പരിപ്പുവട, കാബജ്. അത് വരുന്ന വയ്ക്ക് നെല്ലിയാമ്പതി ടൗണിൽ കണ്ടപ്പോൾ വാങ്ങിയതാ. കുഴപ്പമില്ല, നല്ല പരിപ്പുവട. അല്ല മാറി നല്ല കാബജി. പരിപ്പുവട കണ്ട് അടുത്ത സ്പോട്ട് കണ്ടോ? സീതാർകുണ്ട് വാട്ടർഫാൾസ്. പോണ വഴിക്കും കുറച്ച് വ്യൂസ് ഒക്കെ ഉണ്ട് എന്നാണ് കണ്ടത്, അല്ല കേട്ടത്. നമുക്ക് നെല്ലിയാമ്പതിന്ന് സീതാർകുണ്ട് പോകുന്ന റോഡിൽ കിട്ടുന്നു. തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ വരുന്ന ചെറിയൊരു അരുവി സെറ്റപ്പിൽ ആ തേയിലത്തോട്ടത്തിൽ കാണുന്ന സമയത്ത് 0.5 ഇട്ടേ കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്. ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ള മലകളും നമുക്ക് കാണാൻ പറ്റും നെല്ലിയാമ്പതിൻ്റെ. ഇവിടെ സീതാർകുണ്ടൊക്കെ എത്ര ഉണ്ട്? 2 കിലോമീറ്റർ. ഇവിടെ നമ്മൾ വണ്ടി നമ്പറും അതേപോലെ തന്നെ ഫോൺ നമ്പറും ഒക്കെ ചെയ്തിട്ട് നേരിട്ട് ചെയ്യാം. സീതാർകുണ്ട് വാട്ടർഫാൾസിട്ട് ഇവിടുന്ന് എൻ്റർ ചെയ്യാം. ഇവിടുന്ന് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തന്നെ അപ്പോൾ ഇതാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രി. ഇവിടുന്ന് ഒരു 300 മീറ്റർ പോയാൽ തന്നെ നമുക്ക് എന്താ ചെയ്യാം, റോഡ് നേരെ 300 മീറ്റർ പോയാൽ തന്നെ സീതാർകുണ്ട് വ്യൂ പോയിന്റിലെത്താം.
അത്യാവശ്യം ക്രൗഡഡാണ്, അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിൻ്റെ ഏറ്റവും ടോപ്പിലാണുള്ളത്. ടോപ്പിലെത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു വ്യൂ ആണത്. ഈ പാറ ആക്ച്വലി നമ്മൾ പാലക്കാട് നിന്ന് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു എഡ്ജ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പാലക്കാടിൻ്റെ അതിമനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് ഇതിനെ മുകളിൽ നിന്ന് കിട്ടും. പാലക്കാട് ടൗൺ കാണുന്നത്. അതുപോലെ തന്നെ പാലക്കാടിൻ്റെ ആ ഒരു പാടപ്രദേശങ്ങളാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഇത് നമ്മൾ സീതാർകുണ്ടിൽ നിന്ന് വരുന്ന റോഡാണ്. ഈ റോഡിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ബൈക്കിൽ വരുന്ന സമയത്ത് ബൈക്കോടെ പാർക്ക് ചെയ്ത് ഇവിടെ ഒരു വാട്ടർഫോൾസ് കണ്ട് വാ. മതി ടൗണിലൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ. കയറി നോക്കാം എന്തുള്ളത് എന്നുള്ളത്. ഇപ്പോൾ നല്ല ഊണും ഇതെന്താ പറഞ്ഞ ബിരിയാണി, നല്ല ചിക്കൻ ബിരിയാണി, അതിൻ്റെ കൂടെ നല്ല ചിക്കൻ്റെ റോസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, കഴിച്ചിട്ട് വരാം. അപ്പോൾ ഫുഡ് കഴിച്ചോ. നമുക്ക് സീതാർകുണ്ട ഏരിയക്ക് നമ്മൾ പോയപ്പോൾ നല്ല വെയിലായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഏരിയയിൽ വന്നപ്പോൾ മഴയായിട്ട് പെയ്യുന്നു. ഇപ്പം നമ്മൾ ഒരുപാട് ടീ എസ്റ്റേറ്റുകളൊക്കെ ആയിട്ടുള്ള റോഡ്. മഴ പെയ്തു, ഞങ്ങൾക്കൊരു മഴയും കിട്ടില്ലേ. നെല്ലിയാമ്പതി നമുക്ക് മഴ കിട്ടിയിട്ടില്ലായിരുന്നു. നല്ല വെയിലായിരുന്നു, ക്ലിയർ വെതറായിരുന്നു. വെയിലൊക്കെ ആയിരുന്നു. കോടൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. തേയിലത്തോട്ടത്തിന്റെ സെന്ററിൽ നിന്നിട്ട് ഈ മഴ കൊള്ളാൻ ഒരു പ്രത്യേക ഫീലാണ്. ചെറിയ വെള്ളച്ചാട്ടം ഒരു അരടി അപ്പുറം മാത്രം വാട്ടർഫാൾസ് ഇത് വെള്ളച്ചാട്ടം ഇത് വഴി മാത്രം പോയി. ഈ റോഡ് അങ്ങേ എന്താ അതോടെ കഴിഞ്ഞു. ഇതാണ് നമ്മളെ ഹാങ്ങിങ് ബ്രിഡ്ജ് വരുന്നത്. കുറച്ചുകൂടെ സൗണ്ടില് പറയണേ. ബ്രിഡ്ജ് കാര്യമായിട്ടുള്ള വ്യൂ ഒന്നുമില്ല. നമുക്ക് ആ ബ്രിഡ്ജ് അതിൻ്റെ താഴേക്ക് പോകുന്ന ഒരു വാട്ടർഫാൾസ് നമുക്ക് കാണാൻ പറ്റും. ഇനി എങ്ങോട്ടാ? നേരത്തെ അക്ക പറഞ്ഞ വാട്ടർഫാൾസ് ഉണ്ട്, ഇവിടുന്ന് കുറച്ചുള്ളൂന്ന് പറഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അവിടെ നിന്ന് വരുന്ന ആ റോഡിൽ തന്നെ
ഈ ഒരു റോഡാണ് ഇപ്പോൾ നമുക്ക് അവിടുന്ന് ആ ബ്രിഡ്ജിൻ്റെ അവിടുന്ന് നേരെ വരുന്ന റോഡ്. ഈ റോഡ് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുവരെയാണ് നമുക്ക് എൻഡ് പോയിന്റ് വരുന്നത്. അതിൻ്റെ അപ്പുറം നമുക്ക് അലൗഡല്ല. അതിൻ്റെ ഇവിടെയാണ് നമുക്ക് ആ ഒരു വാട്ടർഫോൾസ് വരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ റൂട്ടാണ് നെല്ലിയാമ്പതിൻ്റെ എൻഡ് വരുന്നത്. ആക്ച്വലി ഇതുവരെയാണ് നമുക്ക് ഫോറസ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു പെർമിഷൻ ഉള്ള ഭാഗം. ഇവിടുന്ന് വെറും 15 കിലോമീറ്റർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് വാൾപ്പാറ എത്താം. അങ്ങനെ നമ്മളെ ആതിരപ്പള്ളി വാൾപ്പാറയിൽ ഇവിടെ വെറും 15 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് എത്താൻ പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് അതുകൊണ്ട് എൻട്രി ഇല്ല. ഇതുവരെയാണ് നമുക്ക് നെല്ലിയാമ്പതിൻ്റെ എൻട്രി വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളെ നെല്ലിയാമ്പതി വ്ലോഗ് ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ നെല്ലിയാമ്പതിൻ്റെ ലാസ്റ്റ് ഏറ്റവും എൻഡ് പോയിന്റിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. കരപ്പാറ വാട്ടർഫാൾസ്, അതാണ് ഏറ്റവും എൻഡിൽ വരുന്ന ഒരു പോയിന്റ്. അതെ, നമുക്ക് ഫോറസ്റ്റ് നമ്മൾക്ക് പെർമിറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും അവസാനത്തെ പോയിന്റ് ആയിട്ടുള്ള ഈ കരപ്പാറ വാട്ടർഫാൾസ് വരെ നമ്മൾ വന്നിട്ടുണ്ട്. ഈ കരപ്പാറ വാട്ടർഫാൾസ് നിങ്ങൾ റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈപ്പാത്തി എന്ന ടൗണിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ഒരു 7 കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഇപ്പോൾ റൂട്ട് തന്നെയാണ്. ഒരുപാട് തേയിലത്തോട്ടത്തിൻ്റെ വളരെ ഭംഗി. അതായത് ഒരുപാട് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കിട്ടുന്ന നല്ല റൈഡാണ്. പിന്നെ നമ്മൾ വന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആ യാത്രയ്ക്ക് ഒന്നും കൂടി രസമുണ്ടായിരുന്നു. ഫസ്റ്റ് വ്ളോഗാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടാവും. ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് അറിയിക്കുക. എന്തായാലും നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്. അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇനി പേഴ്സണലി യാത്രനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പേഴ്സണലി ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തിട്ടോ ചോദിച്ചാൽ മതി. ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ബൈ ബൈ സൈനിങ് ഔട്ട് ചെയ്യാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരെ വീണ്ടും കാണാം. ബൈ ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ നെല്ലിയാമ്പതിയിൽ സമയം 4:55 നല്ല കോടിറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ രാവിലെ പോകുമ്പോൾ ഇത്രത്തോളം കോടുണ്ടായിരുന്നു. നന്നായിട്ട് കോടിറങ്ങി.